ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. മാർക്കറ്റ് ഇന്നലെ അതീവ വോളറ്റിലായിരുന്നു. എങ്കിലും 40 പോയിൻറ്റിൻ്റെ പ്ലസോട് കൂടിയിട്ട് മിഡ് ക്യാപ്പ് ഇൻഡെക്സ് പോസിറ്റീവായിരുന്നു. ശ്രീരാം ഫിനാൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് നിഫ്റ്റിയിൽ പോസിറ്റീവായിരുന്നു. ADR ഡ്യൂൻ്റെ പോസിറ്റീവ് കമൻറ്റ് കാരണം IDM പോസിറ്റീവായിരുന്നു. അങ്ങനെ ഒരുപാട് മിഡ് ക്യാപ്പ് സെക്ടറിൻ്റെ ഒരു പിന്തുണയോടെ കൂടിയിട്ട് നിഫ്റ്റി 40 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം കൈവരിച്ചു. ഇന്നലെ ഏകദേശം ഒരു 35ഓളം കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. ടൈറ്റാൻ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. എയർടെൽ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഏകദേശം 75ഓളം കമ്പനീസിൻ്റെ റിസൾട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തോടു കൂടിയിട്ട് റിസൾട്ടിൻ്റെ ഏകദേശം ഒരു 80% റിസൾട്ടുകൾ വന്നു കഴിയും. കാരണം SBIൻ്റെ റിസൾട്ട് ഇന്നാണ്. ഏറ്റവും വലിയ PSU ബാങ്കായിട്ടുള്ള SBIൻ്റെ റിസൾട്ടോട് കൂടിയിട്ട് ബാങ്ക് നിഫ്റ്റിയിലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കമ്പനീസിൻ്റെ റിസൾട്ട് വന്നു കഴിയും. ഇന്നിപ്പോൾ 4-ാം തീയതിയാണ്. ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓട്ടോമൊബൈൽ കമ്പനീസ് ഫോക്കസിൽ വരും. കൂടാതെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആമസോൺ ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. $38 ബില്യൺ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നത്. അത് ഇപ്പോൾ ഏഷ്യൻ സൈഡിലുള്ള IT കമ്പനീസിന് ഒരു ഉണർവ് ആയിട്ടുണ്ട്. ഇനി നാളെ മാർക്കറ്റ് ക്ലോസ് ആണ്, ഗുരുനാഥ് ജയന്തി. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, അപ്പോളോ മൈക്രോസിസ്റ്റം, ബർജർ പെയിൻറ്റ്, ചമ്പൽ ഫെർട്ടിലൈസർ. താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എസ്കോട്ട് കുബൂത്ത, ഗേറ്റ് വേ, ഒരുപാട് മിഡ് ക്യാപ്പ്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഉണ്ട്, ഇന്ത്യൻ ഹോട്ടലുണ്ട്, കല്യാണി സ്റ്റീലുണ്ട്. ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. നമുക്കതൊരു കാര്യം ചെയ്യാം, നമ്മളുടെ ടെലഗ്രാം ചാനലിലിടാം. ടെലഗ്രാം ചാനലിൽ ലിങ്കും നമ്മുടെ ഇൻസ്റ്റയിൽ നമ്മൾ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. രണ്ടൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ 85 കമ്പനീസ് ഉണ്ടെന്ന്, അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടെലഗ്രാം ചാനലിടാം. അതുപോലെ കൊച്ചു വീഡിയോസ് നമുക്ക് ഇൻസ്റ്റയിലും ഇടാം. രണ്ടൊന്ന് ഫോളോ ചെയ്യുക. ഇനി നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ നാസ്ഡാക്ക് പ്ലസ് ആയിരുന്നു. ഡോ നെഗറ്റീവിൽ അടിച്ചു. 3 യൂറോപ്യൻ മാർക്കറ്റിൽ ഡാക്സ്, ജർമ്മൻ മാർക്കറ്റ് 174 പോയിൻറ്റ് പ്ലസ് ആയിരുന്നു. ജർമ്മൻ, UK ഫ്രാൻസ് നെഗറ്റീവിൽ അടിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ്. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $3000 ഇടിവ്, ഗോൾഡ് XAU/USD ഗോൾഡ് $15 ഇടിവ്. കാരണം ചൈന ഇറക്കുമതി നികുതി കുറച്ചേക്കാമെന്നുള്ള ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഗ്ലാൻഡ് ഫാർമ 12% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. 184 കോടി രൂപ കരസ്ഥമാക്കി. ബിയോടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% വർധനവ്. സിപ്ല കമ്പനി ഇൻസ്പീരിയ ഹെൽത്ത് കെയർ സയൻസിൻ്റെ 100% സ്റ്റേക്ക് അക്വയർ ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. ഭാരത് ഹെക്സാകോം കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 66% വർധനവ് രേഖപ്പെടുത്തി. ഭാരത് എയർടെലും ഇന്നലെ റിസൾട്ട് ഉണ്ടായിരുന്നു, മികച്ച റിസൾട്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇത്ര തന്നെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം ഒരു 60% മുകളിലൊക്കെ ഭാരത് എയർടെലും പോസിറ്റീവിൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഹീറോ മോട്ടോ കോർപ്പ് അവരുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ട്, ഇവർ 6.5% ഇയർ ഓൺ ഇയർ ഇവരുടെ സെയിൽസിൽ കുറവ് രേഖപ്പെടുത്തി. ഗോഡ്ഫ്രൈ ഫിലിപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. ഹിറ്റാച്ചി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5 മടങ്ങ് ഉയർന്നിട്ടുണ്ട്. സിറ്റി യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 15% വർധനവ് രേഖപ്പെടുത്തി. SJ എൻ്റർപ്രൈസസ് നെറ്റ് പ്രോഫിറ്റിൽ 51%, അതായത് 51% ഉയർന്നു. ടൈറ്റാൻ്റെ റിസൾട്ട് വന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 59% ഉയർന്ന് 1120 കോടി രൂപ കരസ്ഥമാക്കി. അപ്പോൾ ദീപാവലി സമയത്ത് ടൈറ്റാൻ്റെ എല്ലാം തന്നെ IVR അല്ലെങ്കിൽ ടൈറ്റാൻ്റെ ജ്വല്ലേഴ്സ്, ടൈറ്റാൻ രാഗ പോലെയുള്ള വാച്ചസ്, ഫാസ്റ്റ് ട്രാക്ക് ടൈറ്റാൻ്റെയാണ്. അപ്പോൾ എല്ലാം തന്നെ മികച്ച സെയിൽസ് കിട്ടി. 3M ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 130 നിന്ന് 190 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അപ്പോൾ നേരെ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ ഇൻസ്റ്റയും നമ്മുടെ ടെലഗ്രാമിൻ്റെയും
ലിങ്ക്, ഡയറക്റ്റ് ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യും. സെർച്ച് ചെയ്യേണ്ട നമ്മളെ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.